അബുദാബിയിൽ മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാരം സ്വീകരിച്ച വിദ്യാർത്ഥികൾ അബുദാബി യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രൗഢമായ ചടങ്ങ് യൂണിവേഴ്സിറ്റി പ്രൊവോസ്റ്റ് പ്രൊഫസർ ബാരി ഒ മഹോനി ഉദ്ഘാടനം ചെയ്തു. 300-ലേറെ വിദ്യാർത്ഥികൾ പുരസ്കാരം സ്വീകരിച്ചു. രക്ഷിതാക്കളടക്കം 1000-ലേറെ പേർ പരിപാടിയിൽ പങ്കെടുത്തു. ദുബായിക്ക് ശേഷം UAE-യിലെ രണ്ടാമത്തെ പുരസ്കാര വേദിയായിരുന്നു അബുദാബിയിലേത്. അവാർഡ് ദാന വേദിയിൽ നിന്ന് MCA നാസർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാരം ഇന്നിപ്പോൾ അബുദാബിയിലും ഏറെക്കുറെ ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാൻ സാധിക്കുന്നത് പോലെ ഇന്നലെ ദുബായിൽ 300-ലധികം കുട്ടികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. 90%-ലധികം മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയാണ് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പുരസ്കാരം നൽകിയത്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ പാരൻസിനും എൻ്റെ ഈ അച്ചീവ്മെൻറ്റിന് really proud ആയിരിക്കും. and I'm very happy to contribute this to for them. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനത്തെ ഒരു അവാർഡ് കിട്ടിയതിന്. ഞാൻ ഭയങ്കര സന്തോഷിച്ചു ഇത്ര ഒരു പെർസെൻറ്റ് കിട്ടിയതിനും. പിന്നെ മീഡിയ വണ്ടെ ഈ ഇനിഷ്യേറ്റീവ് ഇങ്ങനെ തുടങ്ങിയേക്കുന്നത് ഇറ്റ്സ് വെരി നൈസ് ദാറ്റ് ദർ കേറ്ററിംഗ് ടു ഓൾ ദ സ്റ്റുഡൻസ് ഹൂവ് performed well in their studies. I felt so proud, especially for my parents. It would be ecstatic to know that I'm on stage receiving this award. And I am forever grateful for this opportunity. ഇന്നലെ ദുബൈയിലായിരുന്നു പരിപാടിയെങ്കിൽ ഇന്നിപ്പോൾ അബുദാബിയിലും ഏറെക്കുറെ ഈ മബ്രൂക്ക് അവാർഡ് അവസാനിച്ചിരിക്കുകയാണ്. ഇനിയുള്ളത് ഈ മാസം 29-ന് അജ്മാനിലാണ്. അജ്മാനിൽ നടക്കുന്ന പരിപാടിയോടുകൂടി UAE-യിലെ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് അവാർഡ് ദാന പരിപാടികൾ നടക്കും, പൂർണ്ണമാകും. ഏതായാലും നമുക്കറിയാൻ സാധിക്കുന്നത് പോലെ തന്നെ ഗൾഫ് മേഖലയിൽ എല്ലാ രാജ്യങ്ങളിലും ഇക്കുറി മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് അവാർഡ് ചടങ്ങുകൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനവും അതോടൊപ്പം തന്നെ അടുത്ത മാസത്തിലുമായിട്ടാണ് ഈ അവാർഡ് ദാന ചടങ്ങുകൾ പൂർത്തീകരിക്കപ്പെടുന്നത്. നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു അബുദാബി യൂണിവേഴ്സിറ്റിയിൽ ഈ ചടങ്ങ് നടന്നത്. So this is the second round consecutive and I'm happy that Abu Dhabi University is partnering with it. Achievement is not easy, getting somewhere, climbing the ladder, getting there. So kids have done and put a lot of effort and recognizing them. Program organized by Media One. My best wishes to them, best wishes to all the students who are a part of this program. Never give up your pursuit of excellence. Thank you to Media One TV and Mabrook for giving us opportunity to come here and show what we are doing. We are Axila. We are into study abroad and immigration. So it's a great honor. Thank you. അബുദാബിയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അല്ലൈനിൽ നിന്നൊക്കെയുള്ള 100 കണക്കിന് കുട്ടികൾ, ഏതാണ്ട് 300-ലധികം കുട്ടികൾക്കാണ് ഇന്ന് ഈ വേദിയിൽ വെച്ച് പുരസ്കാരങ്ങൾ കൈമാറിയത്. നിരവധി പ്രമുഖരും ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു വിജയത്തിൽ വലിയ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച രക്ഷിതാക്കളും ഈ ചടങ്ങിൽ സജീവമായി തന്നെ പങ്കെടുത്തു. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഈ ഒരു പ്രോഗ്രാം ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തു. പിന്നെ അങ്ങനെ തന്നെ ഉപ്പയും ഉമ്മയും കണ്ടപ്പോൾ എല്ലാം നല്ല സന്തോഷത്തിലായി. പിന്നെ ചില പാരൻസിൻ്റെ കുട്ടികളൊന്നും വരാണ്ട് അവരുടെ സ്റ്റേജിൽ നിന്നെല്ലാം ഗിഫ്റ്റ് ആകുമ്പോൾ എല്ലാം കരിച്ചിലെല്ലാം വരുന്നത് പ്രൗഡ് മൊമെൻറ്റ് എനിക്കും ഫീൽ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട്. ഈവൻറ്റ് അടിപൊളി. ഉമ്മൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഉപ്പയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഉമ്മ പിന്നെ എന്നും മീഡിയ വൺ കാണുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ മീഡിയ വണ്ണിൽ നിന്ന് അവാർഡ് കിട്ടുന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. തങ്ങളുടെ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു മികച്ച ഒരു മാർക്ക്, ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന മികച്ച ആദരവ് കൂടി കൈമാറുന്ന ചടങ്ങ് കൂടിയായിരുന്നു അബുദാബിയിൽ സമാപിച്ചത്. എന്തായാലും വലിയ തോതിൽ തന്നെ ഒരു മികവിൻ്റെ ഏറ്റവും മികച്ച ഒരു പുരസ്കാരദാന ചടങ്ങായിട്ട് അബുദാബിയിലെ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് അവാർഡ് ചടങ്ങും മാറുകയായിരുന്നു. I think it's absolutely wonderful. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇവിടെ ഇതുപോലെ തന്നെ UAE-യിൽ ജനിച്ച് വളർന്ന് പഠിച്ച് എൻ്റെ എഡ്യൂക്കേഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തൊരു പ്ലേസാണ് UAE. അപ്പം അറ്റ്ലീസ്റ്റ് when I was studying ഇതുപോലെ ഒരു ഫെലിസിറ്റേഷൻ, കാരണം ഈ ഒരു ലെവലിലുള്ളൊരു ഫെലിസിറ്റേഷൻ ഞാൻ കണ്ടിട്ടില്ല. and I think it's absolutely wonderful. അത് നല്ലൊരു എഫേർട്ടാണ് ചെയ്യുന്ന കാര്യങ്ങൾ. സ്റ്റുഡൻസിനൊക്കെ ഒരു എന്താ പറയുക, പാരൻസിനും സ്റ്റുഡൻസിനും ഒക്കെ ഒരു എൻകറേജ് ചെയ്യുന്ന രീതിയിൽ
ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം 29-ന് അജ്മാനിലെ ചടങ്ങോടുകൂടിയായിരിക്കും UAE മബ്രൂക്ക് അവാർഡ് ദാന ചടങ്ങുകൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ പരിസമാപ്തിയാവുക. എന്തായാലും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ഈ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച അവർക്ക് ലഭിക്കുന്ന ഒരു ആദരവ് കൂടിയായിട്ട് മീഡിയ വൺ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് അവാർഡ് മാറുകയായിരുന്നു. ക്യാമറ പേഴ്സൺ യാസർ അർഫാത്തിനൊപ്പം MCA നാസർ, മീഡിയ വൺ, അബുദാബി.